2023 വിടവാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് നൽകിയത് വെറും 5 സൂപ്പർ ഹിറ്റുകൾ മാത്രമാണ്. ഈ വർഷം ഡിസംബർ 21 വരെയുള്ള കണക്കെടുത്താൽ റിലീസായത് ഏകദേശം 210 സിനിമകളാണ്. അതിൽ നിർമ്മാതാവിന് മുടക്കുമുതൽ തിരിച്ചു നൽകിയത് 14 സിനിമകൾ മാത്രം. മീര ജാസ്മിൻ, നരേൻ ജോഡിയുടെ ക്വീൻ എലിസബത്ത് തുടങ്ങിയ സിനിമകൾ ഉൾപ്പെടെ ഇനി ഈ വർഷം 10 സിനിമകളെങ്കിലും റിലീസിനെത്തുമ്പോൾ സിനിമകളുടെ ആകെ എണ്ണം 220 കടക്കും. മലയാള സിനിമയെ സംബന്ധിച്ച് ഇത്രയും നഷ്ടം സംഭവിച്ച മറ്റൊരു വർഷം കാണില്ല. ഈ വർഷം അവസാനിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടം 700 കോടിക്ക് മുകളിലാണെന്നാണ് ഫിലിം ചേംബറിന്റെ വിലയിരുത്തൽ. 2023 തിയേറ്ററുകളിൽ എത്തിയത് 220 സിനിമകളായിരുന്നു. ഇതിൽ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയത് വെറും 14 സിനിമകൾക്ക് മാത്രം. സൂപ്പർ താരങ്ങളുടെ സിനിമകളടക്കം ഏതാനും ദിവസങ്ങൾ മാത്രമേ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് പരമമായ സത്യം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ സിനിമകൾ എത്തുകയും അടുത്തയാഴ്ച അത് മാറി വരികയുമായിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ ചിത്രം ജിന്നായിരുന്നു 2023 തുടക്കത്തിൽ ആദ്യം റിലീസ് ചെയ്ത ചിത്രം. ജനുവരി 6 ചിത്രത്തിന്റെ റിലീസ്. ഏറെക്കാലത്തെ നിയമയുദ്ധങ്ങൾക്ക് ശേഷം എത്തിയ ചിത്രത്തിന്റെ പ്രദർശനം അധിക നാൾ നീണ്ടുപോയില്ല. ജനുവരിയിൽ 15 സിനിമകൾ എത്തിയെങ്കിലും അതിൽ ഹിറ്റായത് മമ്മൂട്ടി നായകനായി എത്തിയ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തെ മയക്കം മാത്രമാണ്. നിരവധി പുരസ്കാരങ്ങളും ചിത്രം വാരിക്കൂട്ടിയിരുന്നു. മോഹൻലാലിന്റെ എലോൺ, മഞ്ജു വാര്യരുടെ ആയിഷ അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ ദുരന്തമായി മാറി. മഞ്ജു വാര്യരും സൗബിൻ ഷാഹിറും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ വെള്ളരിപ്പട്ടണം എന്ന ചിത്രവും ഫ്ലോപ്പായി. 2023 ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം എത്തുന്നത് ഫെബ്രുവരിയിലാണ്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു. 75 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത്. ഡിജിറ്റൽ റൈറ്റ്സ് ഉൾപ്പെടെ 100 കോടിയും. ഇരട്ട, രേഖ എന്നീ ചിത്രങ്ങൾ OTT സ്ട്രീമിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഏപ്രിലെത്തിയ പൂക്കാലം, പാച്ചുവും അത്ഭുത വിളക്കും ആവറേജ് ഹിറ്റായി മാറി. പിന്നീട് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാനുള്ള വക നൽകിയത് ജൂഡ് ആന്റണി ജോസഫിന്റെ 2018 ആണ്. 2018 കേരളത്തിൽ സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങളല്ല പറയുന്നതെങ്കിലും ഓസ്കർ നാമനിർദ്ദേശവും ചിത്രത്തിന് ലഭിച്ചു. 177 കോടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയ ചിത്രം സൂപ്പർ ഹിറ്റായി മാറി. മേയിൽ റിലീസ് ചെയ്ത നെയ്മർ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ജൂൺ 2 മലയാളത്തിൽ നിന്നും തിയേറ്ററിലെത്തിയ 9 സിനിമകളായിരുന്നു. ഈ 9 സിനിമകളും ഫ്ലോപ്പായി. ജൂണിൽ റിലീസ് ചെയ്ത മധുര മനോഹര മോഹം സിനിമയും മുടക്കുമുതൽ തിരിച്ചു കിട്ടിയ ചിത്രമായി. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിലും വലിയ പരാജയമായി മാറി. പക്ഷേ സെപ്റ്റംബറിൽ അപ്രതീക്ഷിതമായി മറ്റൊരു സൂപ്പർ ഹിറ്റ് കൂടി എത്തി. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച യുവതാരങ്ങളുടെ ചിത്രം RDX റെക്കോർഡ് നേട്ടമാണ് ഉണ്ടാക്കിയത്. പിന്നീട് വന്നത് മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡ് ആയിരുന്നു. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഹിറ്റ് ആവുകയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. നവംബറിലെത്തിയ സുരേഷ് ഗോപി, ബിജു മേനോൻ ചിത്രം ഗരുഡൻ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചു. എന്നാൽ ബിഗ് ബജറ്റിലെത്തിയ ദിലീപ് ചിത്രമായ ബാന്ദ്ര അമ്പേ പരാജയമായിരുന്നു. അതേസമയം ചെറിയ ബജറ്റിലൊരുങ്ങിയ കുറഞ്ഞ സ്ക്രീനുകളിലെത്തിയ ജിയോ ബേബി, മമ്മൂട്ടി ജ്യോതിക ചിത്രം കാതൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഹിറ്റ് ചിത്രമാണ്. ഡിസംബർ 21 മോഹൻലാലിന്റെ നേരും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിലവിൽ 50 കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് നേര്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.